നിങ്ങളുടെ മുന്നിൽ ഒരാൾ എത്ര മനോഹരമായി ചിരിച്ചാലും എത്ര മധുരമായി സംസാരിച്ചാലും അയാളുടെ യഥാർത്ഥ മുഖം, അയാളുടെ ഉള്ളിലെ ദുഷ്ടത പുറത്തു കൊണ്ടുവരുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അടുത്തുള്ള വീട്ടുകാർ ഒരു വണ്ടി വാങ്ങിയെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവരുടെ വയറിങ്ങനെ എരിയുണ്ടാവും. അപ്പോഴാണ് ആ വണ്ടി ഇവിടെ തട്ടിയെന്ന് അറിയണത്. ഇത് കേൾക്കുമ്പോൾ ഇവരുടെ കണ്ണിലുണ്ടാവുന്ന തിളക്കം ശ്രദ്ധിച്ചാൽ മതി, അവരത് എത്രത്തോളം ആസ്വദിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട്. പുറമെ ചിലപ്പോൾ അയ്യോ കഷ്ടമായില്ലോ എന്നൊക്കെ പറയും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും ഇവർക്ക്. ഒരാൾ ശാരീരികമായോ മാനസികമായോ വേദനിക്കുന്നത് കാണുമ്പോൾ ഇവർക്ക് ക്രൂരമായൊരു ആനന്ദം ലഭിക്കും. ശരിയും തെറ്റും ഇല്ലാത്തവരാണ് ഇവർ. സ്വന്തം സൗകര്യത്തിനനുസരിച്ച് ന്യായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കും. എത്ര പ്രിയപ്പെട്ടവരായാലും ശരി, അവരോട് പച്ചക്കള്ളം പറയുന്നതിനോ അവരെ വഞ്ചിക്കുന്നതിനോ ഒരു കുറ്റബോധവും ഇവർക്കുണ്ടാവാറില്ല. ഒരു കാര്യവുമില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിരന്തരമായി കള്ളം പറയും. കള്ളം പറയണം എന്ന് വിചാരിച്ചിട്ടാവില്ല, പക്ഷേ കള്ളം പറയുന്നത് അവർക്കൊരു ശീലമായി മാറിയിട്ടുണ്ടാവും. ഒരാൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ആരെങ്കിലും ഫോൺ ചെയ്ത് ചോദിക്കുക എവിടെയാന്ന്, അയാൾ പറയും ഞാൻ ടൗണിലാന്ന്. ഇവിടെ സത്യം പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല, പക്ഷേ എന്നാലും ഇവർ കള്ളമേ പറയും. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നതിൽ കള്ളം ഏതാണ് സത്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ വളരെ പ്രയാസമായിരിക്കും. അബദ്ധത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരല്ല ഇവർ. കൃത്യമായ പ്ലാനിങ്ങോടെ കരുക്കൾ നീക്കുന്നവരാണ്. സത്യത്തെ എങ്ങനെ വളച്ചൊടിക്കണം, വികാരങ്ങളെ എങ്ങനെ ചൂഷണം ചെയ്യണം എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം. തങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ആരെ വേണമെങ്കിലും ഇവർ ബലിയാടാക്കാൻ മടിക്കില്ല. നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളെക്കാൾ നന്നായി ഇവർക്കറിയാം. സ്നേഹം ഇവർ ഒരു ആയുധമായി ഉപയോഗിക്കും. നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ഒരാളോടൊപ്പം കഴിയുമ്പോൾ അനാവശ്യമായ കുറ്റബോധമോ അല്ലെങ്കിൽ ഒരുതരം ഭയമോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുകയാണ്. തെറ്റ് സമ്മതിക്കാനുള്ള ധൈര്യം ഇവർക്കില്ല. സിമ്പിളായി പറഞ്ഞാൽ തൻ്റെ ഭാഗത്താണ് തെറ്റെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം മറ്റാരുടെയെങ്കിലും മേലെ ഇവർ തള്ളിവിടും. തനിക്ക് തെറ്റ് പറ്റിയെന്ന് ഇവരൊരിക്കലും സമ്മതിക്കില്ല. തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ മറ്റുള്ളവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഇവർ. ഇങ്ങനെയുള്ളവരോട് തർക്കിക്കാൻ നിൽക്കരുത്, ഒരു കാര്യമില്ല. നിങ്ങളുടെ സമയം, എനർജി ഇത് രണ്ടും വേസ്റ്റാവും. നിങ്ങളൊരു നേട്ടം കൈവരിച്ചാൽ അത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഇവർക്കില്ല. നിങ്ങളൊരു മൊബൈൽ വാങ്ങിയാൽ എന്തിനാ ഇത് വാങ്ങിയത്, ഈ റേറ്റിന് ഇതിനേക്കാൾ നല്ലത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് നിങ്ങളുടെ സന്തോഷം കളയാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണാനാണ് ഇവർക്ക് താല്പര്യം. മറ്റൊരാൾ ജയിക്കുന്നത് കണ്ടാൽ അത് സ്വന്തം പരാജയം പോലെയാണ് ഇവർക്ക് തോന്നുക. എൻ്റെ ലൈഫിൽ ഞാൻ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഇവർ. നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം കളയുന്ന ഇത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കി ഒരു കൈയകലത്തിൽ നിർത്തുക. ഇതാണ് ഏറ്റവും അപകടകരമായ സ്വഭാവം. അതിമനോഹരമായ പൂക്കൾക്കിടയിൽ കൊടും വിഷമുള്ള ഒരു പാമ്പ് ഒളിച്ചിരിക്കുന്നത് പോലെയാണ് ഇത്. പുറമേ നിന്ന് നോക്കിയാൽ ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യർ ഇവരാണ് എന്ന് തോന്നിപ്പോകും. പക്ഷേ ആ ചായക്കൂട്ടുകൾക്ക് പിന്നിൽ കൃത്യമായ ലാഭേച്ഛ ഉണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് അഭിനയിക്കാൻ വലിയ കഴിവാണ്. അവർ നിങ്ങളെ വശീകരിച്ച് അവരുടെ വലയിൽ വീഴ്ത്തും. ഒരാൾ നിങ്ങളോട് അമിതമായി സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ, അമിതമായി നിങ്ങളെ പുകഴ്ത്തുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം ഇവർ ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണ്.
സമാധാനപരമായി പോകുന്ന ഒരു സ്ഥലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു വിനോദമാണ്. ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി ആളുകൾക്കിടയിൽ വിള്ളലുണ്ടാക്കും. എല്ലാവരെയും തമ്മിലടിപ്പിച്ച് അതിൻ്റെ ഇടനിലക്കാരനായി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കും. അതാണ് ഇവരുടെ ഒരു രീതി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇവർ. രണ്ടുപേര് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ രണ്ടുപേരോടും മാറി മാറി ഓരോന്ന് പറയും. അവർക്കിടയിൽ വഴക്ക് നടക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അവരെ സമാധാനിപ്പിക്കാനായിട്ട് നിൽക്കും. സത്യത്തിൽ ആ വഴക്കിൻ്റെ കാരണം തന്നെ അയാളായിരിക്കും. എല്ലാവരും പരസ്പരം സംശയിക്കുമ്പോൾ ഈ കുഴപ്പക്കാരൻ എല്ലാവരുടെയും വിശ്വസ്തനായി നടക്കും. നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കിന് കാരണമാകുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നല്ല മനസ്സുള്ളവരെയാണ് ഇവർക്കിഷ്ടം. കാരണം അവരെ ചൂഷണം ചെയ്യാൻ എളുപ്പമാണ്. നന്മയും സ്നേഹവും ഉള്ളവരെ ഇവർ പരമാവധി ചൂഷണം ചെയ്യും. നല്ല മനസ്സുള്ളവർ തങ്ങളെപ്പോലെ തന്നെയാണ് തനിക്ക് ചുറ്റുമുള്ളവരും എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ചീത്ത സ്വഭാവമുള്ളവർ നിങ്ങളുടെ മനസ്സിനെ ഒരു വാതിലായിട്ടാണ് കാണുന്നത്. അതിലൂടെ അവരകത്ത് കയറി നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. ഉപകാരം കിട്ടുന്നത് വരെ മാത്രം കൂടെ നിൽക്കും. നിങ്ങളെക്കൊണ്ട് ഇനി പ്രയോജനമില്ല എന്ന് മനസ്സിലായാൽ കറിവേപ്പില പോലെ നിങ്ങളെ അവർ ഉപേക്ഷിക്കും. അതുകൊണ്ട് സ്നേഹിക്കാം, പക്ഷേ ആർക്കു മുന്നിലാണ് മനസ്സ് തുറക്കുന്നത് എന്ന് തിരിച്ചറിയണം. ഈ 8 പോയിൻറ്സും ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ സംശയത്തോടെ നോക്കണം എന്നല്ല ഇതിൻ്റെ അർത്ഥം. നമ്മുടെ മാനസിക സമാധാനത്തിന് വില നൽകാത്ത, നമ്മളെ നിരന്തരമായി വേദനിപ്പിക്കുന്ന ആളുകളെ തിരിച്ചറിയണം എന്നാണ്. ലൈഫ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തരം നെഗറ്റീവായ ആളുകളിൽ നിന്ന് ഒരകലം പാലിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങളുടെ ലൈഫിൽ ഇതിലേതെങ്കിലും ഒരു പോയിൻറ്റുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ കാണാം. കുടുസ് പാപ്പ് എവിടെയാ? കുടുസ് പാപ്പ് ഉറങ്ങാ കുട്ടികൾ? പാപ്പ് പാപ്പ് കുടൂസ് കുടൂസ് ഇങ്ങോട്ട് നോക്കിയേ, നോക്ക് ചക്കാ. പാപ്പുകുട്ടി എവിടെയാ? പാപ്പുകുട്ടി, കുടൂസ് കുട്ടി, കുടൂസ് കുടൂസേ ഇങ്ങോട്ട് നോക്ക്. എന്താ പറയുക?